5:7 സമം x:35 ആണെങ്കിൽ എക്സ് എത്ര? ഇവിടെ 5:7 സമം x:35 എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെന്നാണ് നൽകിയിരിക്കുന്നത്. രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. ഓർക്കുക, രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണെങ്കിൽ അതിലെ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. ഇവിടെ നടുക്കുള്ള രണ്ട് സംഖ്യകൾ നോക്കുക, 7x ആണ്. അതുകൊണ്ട് 7 ഗുണം എക്സ്, അത് നമുക്ക് 7x എന്ന് എഴുതാം. 7x സമം ആദ്യ സംഖ്യ 5, അവസാന സംഖ്യ 35. 5 ഗുണം 35. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 7 കൊണ്ട് 5 ഗുണം 35 ഡിവൈഡ് ചെയ്താൽ മതി. 5 ഗുണം 35/7 എന്ന് വരും. 35 7 കൊണ്ട് ഹരിച്ചാൽ വീണ്ടും നമുക്ക് 5 കിട്ടും. 5 ഗുണം 5 25. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 25. ശരി ഉത്തരം ഓപ്ഷൻ സി. 6:2 ഗുണം 10:4 ഗുണം 15:3 ഡിവൈഡഡ് ബൈ 2:6 ഗുണം 3:5 ഗുണം 5:6 ലഘൂകരിക്കുക. അപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ അംശത്തിൽ തന്നിരിക്കുന്ന സംഖ്യകൾ 6, 10, 15 ഇവയുടെ പവേഴ്സായിട്ടാണ്. ഛേദത്തിൽ 2, 3, 5 ഇവയുടെ പവേഴ്സായിട്ട്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള സൗകര്യാർത്ഥം ഈ അംശത്തിൽ നൽകിയിരിക്കുന്ന സംഖ്യകളെ കൂടെ 2, 3, 5 ഇവയുടെ പവേഴ്സാക്കി മാറ്റാം. നമുക്കറിയാം 6 എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 ആണ്. അപ്പോൾ ഇത് 6:2 എന്നുള്ളത് 2 ഗുണം 3 ദി ഹോൾ റൈസ് ടു 2 എന്ന് എഴുതാം. ഗുണം 10:4 2 ഗുണം 5, 2 5 10, 2 ഗുണം 5 ദി ഹോൾ റൈസ് ടു 4 എന്നും 15 3 ഗുണം 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് 3 ഗുണം 5 ദി ഹോൾ റൈസ് ടു 3 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ 2:6 ഗുണം 3:5 ഗുണം 5:6 സമം. ഇനി 2 ഗുണം 3 ദി ഹോൾ റൈസ് ടു 2 എന്നുള്ളത് നമുക്ക് രണ്ട് വ്യത്യസ്ത സംഖ്യകളാക്കി എഴുതാം. അതായത് 2:2 ഗുണം 3:2 ഗുണം ഇത് 2:4 ഗുണം 5:4 എന്നും ഇവിടെ 3:3 ഗുണം 5:3 എന്നും എഴുതാം. ഡിവൈഡഡ് ബൈ 2:6 ഗുണം 3:5 ഗുണം 5:6. ഇനി നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് a⁻m ഗുണം a⁻n സമം a⁻m+n. ഈ നിയമം ഓർക്കുക. അതായത് ഒരേ സംഖ്യയുടെ പവേഴ്സായിട്ട് നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകൾ അവ തമ്മിൽ ഗുണിക്കാൻ അവയുടെ പവേഴ്സ് കൂട്ടിയാൽ മതി. ഇവിടെ 2:2 2:4 ഉണ്ട്. ഇത് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുണനഫലം കിട്ടാനായിട്ട് 2 പവേഴ്സ് കൂട്ടുക, 2 4 കൂടെ കൂട്ടിയാൽ 6 ഗുണം ഇവിടെ 3:2 3:3 അത് തമ്മിൽ ഗുണിക്കുന്നതിനായിട്ട് 3 പവേഴ്സ് കൂട്ടുക, 2 3 കൂടെ കൂട്ടുമ്പോൾ 5 ഗുണം ഇവിടെ 5:4 ഉണ്ട്, 5:3 ഉണ്ട്. ഇത് തമ്മിൽ ഗുണിക്കാനായിട്ട് 5 പവേഴ്സ് തമ്മിൽ കൂട്ടുന്നു, 4 3 കൂടെ കൂട്ടുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 2:6 ഗുണം 3:5 ഗുണം 5:6. അപ്പോൾ ഇതിൽ അംശത്തിലും ഛേദത്തിലും 2:6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 3:5 ക്യാൻസൽ ചെയ്യാം. ഇനി 5:7/5:6 കണ്ടാൽ മതി. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു കൃത്യങ്ക നിയമമുണ്ട്. അതായത് a⁻m/a⁻n സമം a⁻m-n. അതായത് പവേഴ്സ് കുറച്ചാൽ മതി. അതായത് 5:7 - എന്ന് വരും. 7 6 കുറച്ചാൽ 1, അതായത് 5:1 അല്ലെങ്കിൽ 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 400ന്റെ 22.5% എത്ര? ഇവിടെ 400ന്റെ 22.5% കാണണം. നമുക്ക് സാധാരണ പോലെ തന്നെ കാണാം. 400ന്റെ 22.5% കാണാൻ 400 ഗുണം 100ൽ 22 കാണുക. ഇനി ഇവിടെ നോക്കുക, 400നെ നമുക്ക് 100 കൊണ്ട് ഹരിക്കാം. 400നെ 100 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ 4 ഗുണം 22 എന്ന് വരും. ഇത് മനക്കണക്കായിട്ട് ഗുണിക്കാം. അല്ലാത്തവർക്ക് ഈ 22 നമുക്ക് രൂപമാറ്റം വരുത്തിയിട്ട് ഗുണിച്ച് ചെയ്യാം. അതായത് 4 ഗുണം 22 രൂപമാറ്റം വരുത്തുമ്പോൾ 22 കൊണ്ട് ഛേദമായ 2നെ ഗുണിക്കുക. 22 ഗുണം 2 44. 44നോട് അംശമായി 1 കൂട്ടുന്നു, അപ്പോൾ 45. അപ്പോൾ 45 അംശത്തായിട്ട് എഴുതുക, ഛേദമായിട്ട് ഈ 2 തന്നെ. അപ്പോൾ 4 ഗുണം 45/2 എന്ന് വരും. 2 കൊണ്ട് 4നെ ഹരിക്കുക, അപ്പോൾ 2. 2 ഗുണം 45 അഥവാ 90. അപ്പോൾ 400ന്റെ 22% 90 ശരി ഉത്തരം ഓപ്ഷൻ എ. 5-1 + 4-1 + 10-3 തുല്യമായ ദശാംശ സംഖ്യ ഏത്?
നമുക്കിവിടെ 5-1, 4-1, 10-3 ഇവയുടെ തുകയ്ക്ക് തുല്യമായ ദശാംശ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഈ ഭിന്നസംഖ്യകളുടെ തുക കണ്ടിട്ട് ആ തുകയെ ദശാംശ സംഖ്യയാക്കി മാറ്റുക. അല്ലെങ്കിൽ ഈ ഓരോ ഭിന്നസംഖ്യകളെയും ആദ്യമേ തന്നെ ദശാംശ സംഖ്യയാക്കി മാറ്റുക. എന്നിട്ട് ആ സംഖ്യകളുടെ തുക കണ്ടാൽ മതി. നമുക്ക് ആദ്യമേ തന്നെ ഇതിലെ ഓരോന്നിനെയും ദശാംശ സംഖ്യയാക്കി മാറ്റാം. ആദ്യം 5-1 എടുക്കാം. ഓർക്കുക, ഒരു ഭിന്നസംഖ്യയുടെ ഛേദം 10, 100, 1000 ഇങ്ങനെയുള്ള സംഖ്യകൾ ഏതെങ്കിലും വരികയാണെങ്കിൽ അതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റി എഴുതാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഛേദം 5 ആണ്. 5നെ നമുക്ക് വളരെ എളുപ്പത്തിൽ 10 ആക്കാം. കാരണം 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/10 എന്ന് വരും. ഇനി 10 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഇത് 0.2 എന്ന് വരും. 10ൽ 2 എന്നുള്ളത് 0.2. അപ്പോൾ ഇതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റി. ഇനി അതുപോലെ 4-1. 4നെ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ച് 10 ആക്കാൻ പറ്റില്ല. പക്ഷേ 25 × 4 100 അപ്പോൾ 4നെ 100 ആക്കുന്നതാണ് സൗകര്യം. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 25 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 25/100 എന്ന് വരും. ഇനി 100 കൊണ്ട് ഹരിക്കണമെങ്കിൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പോൾ 0.25 എന്ന് കിട്ടും. അടുത്തതാണ് 10-3. 10-3നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതാം. 0.3 അല്ലെ 0.3. അപ്പോൾ ഇനി നമുക്ക് ഈ ദശാംശ സംഖ്യകൾ 10-3 ഓർക്കുക 0.3 ആണ്. ഇനി ഈ ദശാംശ സംഖ്യകൾ നമുക്ക് കൂട്ടിയാൽ മതി. അതായത് 0.2, 0.25, 0.3. ഓർക്കുക, ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതി കൂട്ടാൻ. അപ്പോൾ 5, 3 2 5 2 7 പോയിന്റ് ഇവിടെ കൊടുക്കുക 0. അപ്പോൾ 0.75 ആണ് തുക. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരാൾ 600 മീറ്റർ ദൂരം 5 മിനിറ്റിൽ നടക്കുന്നു. km/മണിക്കൂറിൽ അയാളുടെ വേഗത എത്ര? ഇവിടെ ഒരാൾ 5 മിനിറ്റ് കൊണ്ട് 600 മീറ്റർ ദൂരം നടക്കും. 600 മീറ്റർ ദൂരം. അപ്പോൾ km/മണിക്കൂറിൽ അയാളുടെ വേഗത കണ്ടുപിടിക്കണം. അതായത് 1 മണിക്കൂറിൽ അയാൾ എത്ര കിലോമീറ്റർ നടക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 5 മിനിറ്റിൽ 600 മീറ്റർ ആണെങ്കിൽ 10 മിനിറ്റിൽ എത്ര വരും? 5ൻ്റെ ഇരട്ടിയാണ് 10. 600ൻ്റെ ഇരട്ടി കണ്ടാൽ മതി. 600ൻ്റെ ഇരട്ടി 1200. 1200 മീറ്റർ നടക്കും. ഇനി നമുക്ക് 1 മണിക്കൂറിൽ അയാൾ എത്ര ദൂരം നടക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 10 മിനിറ്റിൽ 1200 മീറ്റർ നടക്കുമെങ്കിൽ 60 മിനിറ്റിൽ എത്ര ദൂരം നടക്കും എന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 10ൻ്റെ 6 ഇരട്ടിയാണ് 60. 1200നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 60 മിനിറ്റിൽ അയാൾ നടക്കുന്ന ദൂരം 1200 × 6 മീറ്ററാണ്. ഇനി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. അതായത് 1 മണിക്കൂറിൽ അയാൾ, ഇനി ഇവിടെ മീറ്ററിലാണ് അളവ്, നമുക്ക് കിലോമീറ്റർ ആക്കണം. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1200 × 6/1000 ഇത്രയും കിലോമീറ്ററാണ് അയാൾ സഞ്ചരിക്കുക 1 മണിക്കൂറിൽ. സിംപ്ലിഫൈ ചെയ്യാം. 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 12 × 6 72. അപ്പോൾ ഇത് 72/10 എന്ന് വരും. അല്ലെങ്കിൽ 7.2. അപ്പോൾ 1 മണിക്കൂറിൽ അയാൾ സഞ്ചരിക്കുന്ന ദൂരം 7.2 കിലോമീറ്ററാണ്. അല്ലെങ്കിൽ അയാളുടെ വേഗത 7.2 km/മണിക്കൂറാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. 6.3 × 6.3 അധികം 2 × 6.3 × 3.7 അധികം 3.7 × 3.7ൻ്റെ മൂല്യം എത്ര? നോക്കുക, 6.3 × 6.3 അധികം 2 × 6.3 × 3.7 അധികം 3.7 × 3.7. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് നൽകിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ 6.3-ന് നമ്മൾ എ എന്നും 3.7-ന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ ഭാഗം എന്ത് വരും? 6.3 × 6.3 അല്ലെങ്കിൽ എ × എ എന്ന് വരും. അധികം 2 × 6.3-ന് പകരം എ കൊടുക്കുന്നു. എ × 3.7-ന് നമ്മൾ ബി എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ബി അധികം ഇത് 3.7 × 3.7. അപ്പോൾ ബി × ബി എന്ന് വരും. നമുക്ക് എ × എ² ആണ്. അതായത് ഇത് A² + 2AB + B² എന്ന രൂപത്തിലാണ്. ഇത് നമുക്കറിയാം, ഇതൊരു ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷനാണ്. എന്താണ്? A + B² എക്സ്പാൻഷനാണ് A² + 2AB + B². അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ A + B² വാല്യൂ കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ എക്ക് നമ്മൾ 6.3 എന്നും ബിക്ക് 3.7 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് 6.3 പ്ലസ് 3.7 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. 6.3ഉം 3.7ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കുക. 7ഉം 3ഉം കൂട്ടിയാൽ 10. 10ന് 0 കൊടുക്കുക, പോയിൻ്റ് ഇടുക. 6 ഇവിടെ ശിഷ്ടം 1 കൂടണം. 3 4 6 4 10. അപ്പോൾ 10.0, അതായത് 10. 10ൻ്റെ സ്ക്വയർ 100. അപ്പോൾ ഉത്തരം 100 ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24 മാറുന്നു. പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്രയാണ്? ഇവിടെ ഒരു ഗ്രൂപ്പിൽ 10 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 25. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24 ആവും. ഒരാളും കൂടെ ഈ ഗ്രൂപ്പിൽ ചേരുമ്പോൾ ആളുകളുടെ എണ്ണം 11 ആവും. അപ്പോഴത്തെ ശരാശരി 24. അങ്ങനെയെങ്കിൽ പുതുതായി വന്ന ആളുടെ മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സംഖ്യകളുടെ ശരാശരിയെ ആ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ തുക കിട്ടും. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ സംഖ്യകളുടെ തുക കിട്ടും. ആ കാര്യം ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. ആദ്യത്തെ 10 പേരുടെ ശരാശരി മാർക്ക് 25ആണ്. അപ്പോൾ 10 പേരുടെ മാർക്കുകളുടെ തുക കിട്ടാനായിട്ട് 25നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 25 ഗുണം 10 250 ആദ്യത്തെ 10 പേരുടെ മാർക്കുകളുടെ തുക 250. ഇനി 11 പേരുടെ, പുതുതായിട്ട് ഒരാളും കൂടെ വന്നപ്പോൾ 11 പേരായി. അവരുടെ മാർക്കുകളുടെ ശരാശരി 24ആണ്. അപ്പോൾ ഈ 11 പേരുടെ മാർക്കുകളുടെ തുക കിട്ടാൻ 24നെ 11 കൊണ്ട് ഗുണിക്കുക, 264. അപ്പോൾ ആദ്യത്തെ 10 പേരുടെ മാർക്കുകളുടെ തുക 250. ഒരാളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തുക 264ആയി. അപ്പോൾ പുതുതായി വന്നയാളുടെ മാർക്ക് കാണാൻ ഇനി പാടൊന്നുമില്ല. 264ൽ നിന്നും ആദ്യം ഉണ്ടായിരുന്ന 10 പേരുടെ മാർക്കുകളുടെ തുക അങ്ങ് കുറച്ചാൽ മതി. അതായത് 264ൽ നിന്ന് 250 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. പുതുതായി വന്നയാളുടെ മാർക്ക് 14. ശരി ഉത്തരം ഓപ്ഷൻ ബി. സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും യഥാക്രമം 144 300 ആണ്. പൊതുവ്യത്യാസം 3 ആണെങ്കിൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കാണുക. ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ ആദ്യ പദവും അവസാന പദവും കൂടാതെ പൊതുവ്യത്യാസവും നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രോഗ്രഷനിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യ പദവും അവസാന പദവും പൊതുവ്യത്യാസവും നൽകിയിട്ടുള്ളതുകൊണ്ട് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. n സമം xn മൈനസ് x1/d പ്ലസ് 1. n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം, xn അവസാന പദവും x1 ആദ്യ പദവും d പൊതുവ്യത്യാസവുമാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കൊടുക്കാം. xn അവസാന പദം, ഇവിടെ അവസാന പദം 300 ആണ്. അപ്പോൾ 300 മൈനസ് x1 ആദ്യ പദം 144/d, d പൊതുവ്യത്യാസമാണ് 3 പ്ലസ് 1. 300ൽ 144 കുറച്ചാൽ 156. 156/3 പ്ലസ് 1 എന്ന് വരും. 156നെ 3 കൊണ്ട് ഹരിച്ചാൽ 150ൽ 50 തവണ 6ൽ 2 52 എന്ന് വരും. 52 പ്ലസ് 1 53. അപ്പോൾ പദങ്ങളുടെ എണ്ണം 53. ശരി ഉത്തരം ഓപ്ഷൻ എ. 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ഗോളത്തിൻ്റെ ആരം എത്ര സെൻറ്റിമീറ്റർ? ഇവിടെ ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം നൽകിയിട്ടുണ്ട് 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ആ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം ഇതാണ്. ബി സമം 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഈ 4/3 പൈ ആർ ക്യൂബ് സമം 36 പൈ എന്ന് നമുക്ക് എടുക്കാം. അതിൽ നിന്ന് 6 കണ്ടുപിടിക്കാം. 4/3 പൈ ആർ ക്യൂബ് സമം 36 പൈ എന്ന് എടുക്കുക. 6 ഇതിലെ ആരം. ഇവിടെ രണ്ടിടത്തും പൈ കൊണ്ട് ഗുണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടിടത്തെയും പൈ ക്യാൻസൽ ചെയ്യുക. നമുക്ക് ആർ ക്യൂബ് മാത്രം ഈ സൈഡ് മതി. ഈ 3നെയും 4നെയും മറു സൈഡിലേക്ക് കൊണ്ടുപോകാം. ആർ ക്യൂബ് സമം 36 ഗുണം ഇവിടുത്തെ 3 ഇവിടെ അംശത്തിൽ വരും ബൈ 4 ഛേദത്തിലും 4. 36നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 9. 9 ഗുണം 3 27. ആർ ക്യൂബ് സമം 27 എന്ന് കിട്ടി. 6ൻ്റെ ക്യൂബാണ്. 6/3 സമം 27 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 27നെയും ഇതുപോണക്ക് റേസ്റ്റ് 3 എന്നുള്ള രൂപത്തിൽ എഴുതണം. അവർക്ക് 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. 3/3 അപ്പോൾ 6/3 സമം 3/3 എന്ന് വരും. അല്ലെങ്കിൽ 6 സമം 3. അതായത് ഈ ഗോളത്തിൻ്റെ ആരം 3 സെൻറ്റിമീറ്ററാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ.
10,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 2,400 രൂപ ആണെങ്കിൽ അതേ തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണ്? ഇവിടെ 10,000 രൂപയുടെ 2 വർഷത്തെ സാധാരണ പലിശ 2,400 രൂപ നൽകിയിരിക്കുന്നു. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പലിശ നിരക്ക് നൽകിയിട്ടില്ല. അപ്പോൾ സാധാരണ പലിശയുടെ അതേ നിരക്ക് തന്നെയായിരിക്കും കൂട്ടുപലിശ രീതിയിലും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ പലിശ നിരക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ സാധാരണ പലിശ ഉപയോഗിക്കാം. അവർക്ക് സാധാരണ പലിശ എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് ലഭിക്കുക. ഇവിടെ 2 വർഷത്തെ സാധാരണ പലിശ 2,400 രൂപ. അപ്പോൾ ഒരു വർഷം സാധാരണ പലിശ രീതിയിൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 2,400ൻ്റെ പകുതി 2,400/2 1,200 രൂപയാണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് ഒരു വർഷം 1,200 രൂപ പലിശയായിട്ട് കിട്ടും. അപ്പോൾ പലിശ നിരക്ക് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ 10,000ൻ്റെ എത്ര ശതമാനമാണ് 1,200 കാണണം. അതിനായിട്ട് 10,000-ൽ 1,200 ഗുണം 100 കാണുക. 10,000-ൽ 1,200 ഗുണം 100. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 4 പൂജ്യങ്ങൾ ന്യൂമറേറ്ററിലുണ്ട്, 4 പൂജ്യം ഇവിടെയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ 12% പലിശ നിരക്ക്. 12%. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശ നമുക്ക് കാണാം. ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യം തന്നെയാണ്. ഒന്നാമത്തെ വർഷം 1,200 രൂപയാണ്. ഓർക്കുക, മുതൽ 10,000 രൂപയാണ്. 1,200 രൂപയായിരിക്കും പലിശയായിട്ട് ലഭിക്കുക. രണ്ടാം വർഷം ഈ 10,000ൻ്റെ പലിശയായിട്ട് 1,200 കിട്ടും. കൂടാതെ ആദ്യത്തെ വർഷത്തെ പലിശയായ 1,200ൻ്റെ 12% കൂടെ, പലിശ നിരക്ക് 12%, 1,200ൻ്റെ 12% കൂടെ പലിശയായിട്ട് കിട്ടും. കൂട്ടുപലിശയിലുള്ള വ്യത്യാസം അതാണ്. ആദ്യത്തെ വർഷത്തെ പലിശയ്ക്കും കൂടെ പലിശ കിട്ടും. അപ്പോൾ 1,200ൻ്റെ 12% കൂടെ രണ്ടാം വർഷം പലിശയായിട്ട് കിട്ടും. അപ്പോൾ എത്ര വരും? അത് കണ്ടുപിടിക്കാൻ 1,200ൻ്റെ 12% കാണണം. 1,200 ഗുണം 100-ൽ 12. 12 ഗുണം 12 വരും, അതായത് 144 രൂപ. അപ്പോൾ രണ്ടാം വർഷത്തെ പലിശ 1,200 + 144 അപ്പോൾ ടോട്ടൽ 2,400 + 144 വരും. അതായത് 2,544 രൂപയാണ് 2 വർഷവും കൂടി ആകെ കിട്ടുന്ന പലിശ. 2,544. ശരി, ഉത്തരം ഓപ്ഷൻ ബി. എ ബിയുടെ സഹോദരിയാണ്. ബിയുടെ പിതാവാണ് സി. സിയുടെ അമ്മയാണ് ഡി. എങ്കിൽ എങ്ങനെയാണ് എ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ എ ബിയുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയും സഹോദരങ്ങളാണ്. ബിയുടെ സഹോദരിയാണ് എ. ബിയുടെ പിതാവാണ് സി. ഈ ബിയുടെ അച്ഛനാണ് സി. സിയുടെ അമ്മയാണ് ഡി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് എ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഡിയുടെ ആരാണ് എ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓർക്കുക, ഡിയുടെ മകനാണ് സി. ആ സിയുടെ ഒരു മകനോ മകളോ ആണ് ബി. സിയുടെ മകനോ മകളോ ആണ് ബി. മകനാണോ മകളാണോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതേസമയം എ ബിയുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ അച്ഛൻ സി തന്നെയായിരിക്കും എന്ന് നമുക്ക് കരുതാം. നീ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എ സ്ത്രീയാണ്, മകളാണ്. അപ്പോൾ നോക്കുക, ഡിയുടെ മകനാണ് സി, സിയുടെ മകളാണ് എ. അപ്പോൾ ഡിയുടെ മകൻ്റെ മകളാണ് എ, അല്ലെങ്കിൽ ഡിയുടെ കൊച്ചുമകളാണ് എ എന്ന് വരും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, കൊച്ചുമകൾ. 12:10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി? അപ്പോൾ ഇവിടെ 12 മണി 10 ആകുമ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ 11 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. ഓർക്കുക, തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ 11 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. 11 10 110. അപ്പോൾ 110ൻ്റെ പകുതി 55. 55 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2 + 3 = 8, 4 + 5 = 24, 1 + 8 = 9 ആണെങ്കിൽ 3 + 6 എത്ര? അപ്പോൾ ഇവിടെ 3 ബന്ധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബന്ധം ഉപയോഗിച്ച് വേണം ഇവിടെ കണ്ടുപിടിക്കാൻ.
നോക്കുക, 1+8 9 ആണെങ്കിലും 4+5 24 വരില്ല. അതുപോലെ 2+3 8 ആകുകയില്ല. അപ്പോൾ ഇവിടെ കൂട്ടലല്ല നടത്തിയിരിക്കുന്നത്, അഡീഷൻ അല്ല ഇവിടെ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ എന്നുള്ളത് ഓർക്കുക. നമുക്കറിയാം 2+3 5 ആണ്. അതേസമയം 2 ഗുണം 4 എടുത്തു കഴിഞ്ഞാൽ 8 കിട്ടും. അതുപോലെ ഇവിടെ 4 ഗുണം 6 എടുത്തു കഴിഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ ഒരുപക്ഷെ ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ സംഖ്യയോട് 1 കൂട്ടി അതിനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 2 4 8 ആയി. ഇവിടെ 5നോടൊന്ന് കൂട്ടിയാൽ 6 ആകും. അപ്പോൾ 4 ഗുണം 6 എടുത്തു കഴിഞ്ഞാൽ 24 ആവും. ഇനി ഇവിടെ നോക്കുക, ഇതേ ബന്ധം നമുക്ക് നോക്കാം. 8നോടൊന്ന് കൂട്ടിയാൽ 9 ആയി. ആദ്യത്തെ സംഖ്യ കൊണ്ട് 9നെ ഗുണിക്കുന്നു. 9 9. അപ്പോൾ ഈ ബന്ധം ഈ 3 ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സംഖ്യയായ 6നോടൊന്ന് കൂട്ടുന്നു, 7 കിട്ടും. 3 ഗുണം 7 കാണുക. 3 7 21. അപ്പോൾ ഉത്തരം 21. ശരിയുത്തരം ഓപ്ഷൻ ബി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്കിലെ സമയം 12:15 എന്ന് കാണുന്നു. ശരിയായ സമയം എന്ത്? ഇവിടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം 12:15 ആണ്. അപ്പോൾ യഥാർത്ഥ സമയം എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനും നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയം നൽകുമ്പോൾ നമുക്ക് ശരിയായ സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട് 12 മണിക്ക് ശേഷം എത്ര മിനിറ്റായോ അത്രയും മിനിറ്റ് 12 മണിയിൽ നിന്നും കുറച്ചാൽ യഥാർത്ഥ സമയം കിട്ടും. അവർക്ക് ഇവിടെ 12 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. അപ്പോൾ 12 മണിയിൽ നിന്നും 15 മിനിറ്റ് കുറച്ചാൽ യഥാർത്ഥ സമയം കിട്ടും. 12 മണിയിൽ നിന്നും 15 മിനിറ്റ് കുറച്ചാൽ 11:45, 11:45. അപ്പോൾ യഥാർത്ഥ സമയം 11 മണി 45 മിനിറ്റാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. മറ്റൊരു രീതിയിൽ ഇത് ഉത്തരം കണ്ടുപിടിക്കാം. അതായത് 12 മണിക്ക് ശേഷമുള്ള സമയമാണ് നൽകുന്നതെങ്കിൽ 24 മണിക്കൂറിൽ നിന്നും ഈ തന്നിരിക്കുന്ന സമയം കുറച്ചാലും മതി. കുറയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് 24 മണിക്കൂറിനെ നമുക്ക് 23 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് 12 മണിക്കൂർ 15 മിനിറ്റ് കുറച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഉത്തരത്തിലെത്താം. 60 നിന്ന് 15 കുറച്ചാൽ 45, 23 നിന്ന് 12 കുറച്ചാൽ 11, അങ്ങനെയും 11:45 എന്ന് കിട്ടും. ഇതായിരിക്കും എളുപ്പമാർഗം. അതായത് 12 മണി കഴിഞ്ഞ് എത്ര മിനിറ്റായോ അത്രയും മിനിറ്റുകൾ 12 മണിയിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ സമയം കിട്ടും. അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്ന് വലത്തേക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം അവൻ വലത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ അഖിൽ തൻ്റെ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്, ഏത് ദിശയിലാണ്? അപ്പോൾ ഈ ചോദ്യം ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കാദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി തന്നിരിക്കുന്ന അളവുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു രേഖാചിത്രം വരയ്ക്കാം. നമുക്ക് കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്നു. അപ്പോൾ കിഴക്കോട്ട് 25 കിലോമീറ്റർ. വലത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിയുമ്പോൾ തെക്കോട്ടായിരിക്കും അയാളുടെ ഡയറക്ഷൻ. അപ്പോൾ തെക്കോട്ട് 8 കിലോമീറ്റർ. വീണ്ടും വലത്തോട്ട് തിരിയുന്നു. ഇപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ആൾ അയാളുടെ വലതുവശം ഈ സൈഡിലോട്ടാണ്. അപ്പോൾ പടിഞ്ഞാറോട്ടായി. പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. 10 കിലോമീറ്റർ. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ്, അപ്പോൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന ഒരാളെ ഇടത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ വീണ്ടും തെക്കോട്ടായി. തെക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിയുന്നു. തെക്കോട്ട് നോക്കിയിരിക്കുന്ന ആൾ വലത്തോട്ട് തിരിയുമ്പോൾ എങ്ങോട്ടാവും? വീണ്ടും പടിഞ്ഞാറോട്ടാവും. അവിടെ 15 കിലോമീറ്റർ. ഇപ്പോൾ തൻ്റെ പ്രാരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലെയാണ്, ഏത് ദിശയിലാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്ഥാനം ഇതാണ് എ, ഇപ്പോഴത്തെ സ്ഥാനം ബി. അപ്പോൾ എയിൽ നിന്ന് എത്ര അകലെയാണ് ബി, ഏത് ഡയറക്ഷനിലാണ്? ഡയറക്ഷൻ വളരെ എളുപ്പമാണ്, തെക്കാണ്, തെക്ക് സൈഡാണ്. നോക്കുക, എയിൽ നിന്ന് ഈ പോയിന്റ് വരെ 25 കിലോമീറ്റർ ഉണ്ട്. അതായത് എയിൽ നിന്ന് കിഴക്കോട്ട് പോയത് 25 കിലോമീറ്ററാണ്. 2 ഘട്ടമായിട്ട് പടിഞ്ഞാറോട്ട് ഇവിടെ 10ഉം ഇവിടെ 15ഉം അങ്ങനെ 25 കിലോമീറ്റർ വന്നു. അപ്പോൾ എയുടെ തെക്ക് വശത്ത് തന്നെയാണ് ബി വരിക. അപ്പോൾ ഡയറക്ഷൻ തെക്കാണ്. ഇനി എത്ര അകലത്തിലാണ് നോക്കുക, ഇവിടെ 8 കിലോമീറ്ററാണ് തെക്കോട്ട് വന്നത്. 8 കിലോമീറ്ററും ഇവിടെ 6 കിലോമീറ്ററും, 8ഉം 6ഉം
14 കിലോമീറ്റർ ആയിരിക്കും തെക്കോട്ട് സഞ്ചരിച്ചത്. 14 കിലോമീറ്റർ. അപ്പോൾ 14 കിലോമീറ്റർ തെക്കായിട്ടാണ് ബിയുടെ സ്ഥാനം. ശരി ഉത്തരം ഓപ്ഷൻ സി, 14 കിലോമീറ്റർ തെക്ക്. 1994 നവംബർ 3 വ്യാഴാഴ്ചയാണ്. 1995 മാർച്ച് 20 ഏതു ദിവസമായിരുന്നു? അപ്പോൾ ഇവിടെ 94 നവംബർ 3 വ്യാഴാഴ്ചയാണെന്ന് നൽകിയിട്ടുണ്ട്. 95 മാർച്ച് 20 ഏത് ദിവസമായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നവംബർ 3 ശേഷം മാർച്ച് 20 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കണം. അപ്പോൾ 94 നവംബറിൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? നവംബറിൽ ആകെ 30 ദിവസങ്ങളാണുള്ളത്. അതിൽ 3 ദിവസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 27 ദിവസങ്ങൾ നവംബറിലുണ്ട്. ഡിസംബറിൽ 31 ദിവസങ്ങൾ. ജനുവരി 95 ജനുവരിയിൽ 31. ഫെബ്രുവരി 95 സാധാരണ വർഷമാണ്, അതുകൊണ്ട് 28 ദിവസമേ ഉണ്ടാവുള്ളൂ. ഫെബ്രുവരിയിൽ 28. മാർച്ച് 20 വരെയുള്ള ദിവസങ്ങൾ, മാർച്ചിലെ 20. ഈ ദിവസങ്ങളുടെ എണ്ണം നമ്മൾ ഓരോ മാസമായിട്ട് എടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ 8 2 10 7 17 7 ശിഷ്ടം 1 137 എന്ന് കിട്ടും. അതായത് നവംബർ 3 ശേഷം 137ാമത് ദിവസമാണ് 95 മാർച്ച് 20. ഈ 137നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണമാണ് 7. 7 കൊണ്ട് ഹരിക്കുക. 13ൽ ഒരു തവണ 1 7 7 കുറയ്ക്കുമ്പോൾ 6. 67. 67ൽ 9. 9 7 63. ശിഷ്ടം 4 വരും. നമുക്ക് ഈ ശിഷ്ടമാണ് വേണ്ടത്. ശിഷ്ടം 4 വന്നതുകൊണ്ട് വ്യാഴാഴ്ചയോടൊപ്പം 4 ദിവസം കൂടി ചേർക്കുക. അപ്പോൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അപ്പോൾ 95 മാർച്ച് 20 തിങ്കളാഴ്ചയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, തിങ്കളാഴ്ച. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 3 6 11 18 27 ഡാഷ്. അപ്പോൾ ഈ സീക്വൻസിലെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. 3നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 6 ആയി. 6നോട് 5 കൂട്ടിയാൽ 11 കിട്ടും. 11 7 18ആണ്. 18 9 27. ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 3 5 7 9. അപ്പോൾ അനി കൂട്ടേണ്ടത് 11 ആയിരിക്കും. 27 11 കൂടെ കൂട്ടിയാൽ 38. അപ്പോൾ അടുത്ത സംഖ്യ 38. ശരി ഉത്തരം ഓപ്ഷൻ എ. മെഷീൻ എന്ന വാക്കിൻ്റെ മിറർ ഇമേജ് കണ്ടെത്തുക. നമുക്കിവിടെ മെഷീൻ എന്ന വാക്കിൻ്റെ മിറർ ഇമേജ് കാണണം. അപ്പോൾ ഈ മെഷീൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരിക. അതായത് ഇയിൽ തുടങ്ങി ഇങ്ങോട്ടായിരിക്കും വരിക. അപ്പോൾ ഇ ആയിരിക്കും ആദ്യം വരേണ്ടത്. അതിനുശേഷം എൻ, ഐ, എച്ച്, സി, എ, എം ആ ക്രമത്തിലായിരിക്കും വരിക. ഇതിലെ ചില അക്ഷരങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നോക്കുക, എം, എ, എച്ച്, ഐ ഈ അക്ഷരങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. ആ അക്ഷരങ്ങളൊക്കെ അതേ രൂപത്തിൽ തന്നെ കാണും. അതേസമയം സിയുടെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓപ്പണിംഗ് ഇപ്പോൾ റൈറ്റിലോട്ടാണ്, വലത്തോട്ടാണ്. അത് ലെഫ്റ്റിലോട്ട് വന്ന് ഈ രൂപത്തിലായിരിക്കും അതിൻ്റെ മിറർ ഇമേജ് കാണുക. അതുപോലെ ഈ നോക്കുക, ഈയുടെ മിറർ ഇമേജ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും. എന്നിൻ്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ അക്കാര്യങ്ങൾ ഓർക്കുക. സിയുടെ മിറർ ഇമേജിൽ സി തിരിഞ്ഞു വരും. അപ്പോൾ ഇവിടെ സി നേരെ സാധാരണ രീതിയിൽ സി എഴുതിയേക്കുന്നൊന്നും മിറർ ഇമേജ് ആകില്ല. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സി ഡിയും നമുക്ക് ഒഴിവാക്കാം. ഇതിൽ രണ്ടിലും സി നേരെയാണ് വന്നിരിക്കുന്നത്. അത് രണ്ടും ഒഴിവാക്കാം. ഇനി നോക്കുക, എന്നിന് മാറ്റമുണ്ട്. എന്നിൻ്റെ ചെരിഞ്ഞ വരയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആ ചെരിഞ്ഞ വര നോക്കുക. സാധാരണ എന്ന് തന്നിരിക്കുന്നത് ഇടതുവശത്ത് മുകളിൽ നിന്നും വലതുവശത്ത് താഴേക്കാണ് ചെരിഞ്ഞ വര വരുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് ഓപ്ഷൻ ബിയിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതും ഉത്തരമാവില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി നോക്കുക, ഇ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എൻ കറക്റ്റാണ്, ഐ ക്യു എച്ചിനൊന്നും മാറ്റം വരുന്നില്ല, സി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എ കറക്റ്റാണ്, എം കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് മെഷീൻ എന്ന വാക്കിൻ്റെ മിറർ ഇമേജ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, റിവേഴ്സ് ഓർഡറിലാണ് അക്ഷരങ്ങൾ ക്രമത്തിനാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കുക.
ENIHCAM അതേ ക്രമത്തിന് തന്നെയാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി. എർത്ത് FBSUI ഫ്രൂട്ട് ഡാഷ്. അപ്പോൾ എർത്ത് എന്ന വാക്കിനൊരു കോഡ് നൽകിയിട്ടുണ്ട്. അതേ രീതിയിൽ ഫ്രൂട്ട് എന്ന വാക്കിൻ്റെ കോഡ് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എർത്തിൻ്റെ കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം. EARTH ഇതാണ് എർത്തിൻ്റെ അക്ഷരങ്ങൾ. അതിന് നൽകിയിരിക്കുന്ന കോഡ് FBSUI എന്നാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അക്ഷരമാലയിൽ ഇക്ക് ശേഷം വരുന്ന അക്ഷരമാണ് എഫ്, അതുപോലെ എക്ക് ശേഷം വരുന്ന ബി, ആറിന് ശേഷം വരുന്ന എസ്, ടി കഴിഞ്ഞ് വരുന്ന അക്ഷരമാണ് യു, എച്ചിന് ശേഷം വരുന്ന അക്ഷരം ഐ. അതായത് ഓരോ അക്ഷരത്തിനും പകരം അക്ഷരമാലയിലെ അതിനെ തുടർന്ന് വരുന്ന അക്ഷരം എഴുതിയാൽ മതി. അപ്പോൾ ഫ്രൂട്ടിൻ്റെ കോഡ് നമുക്ക് എങ്ങനെ എഴുതാം? എഫിന് പകരം എഫിനെ തുടർന്ന് വരുന്ന അക്ഷരം ജി, ആറിന് പകരം എസ് കൊടുക്കണം, യുന് പകരം വി കൊടുക്കണം, ഐക്ക് പകരം ജെ, ടിക്ക് പകരം യു കൊടുക്കുക. അപ്പോൾ GSVJU അതാണ് ഫ്രൂട്ടിൻ്റെ കോഡ് കൊടുക്കേണ്ടത്. ശരി ഉത്തരം ഓപ്ഷൻ സി, GSVJU. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ 4 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇതും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 13, 17, 23, 27. ഇതിൽ 13ഉം 17ഉം 23 ഇത് 3 അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സാണ്. അതേസമയം 27 പ്രൈം അല്ല. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി 27 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി.